കോൺഗ്രസിന്റെ ചരിത്ര വിജയത്തിന് പിന്നാലെ അവകാശവാദവുമായി CSI ദക്ഷിണ കേരള മഹാ ഇടവക സഭയുടെ പ്രതിനിധികളായി കോൺഗ്രസ് സീറ്റുകളിൽ മത്സരിച്ച 3 പേർക്കും ഉണ്ടായത് മികച്ച വിജയമാണ്. സർക്കാർ രൂപീകരിക്കുമ്പോൾ അർഹമായ പരിഗണന നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻഡ് ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ ന്യൂസ് 8നോട് പറഞ്ഞു. തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമം കോൺഗ്രസ് ക്യാമ്പ് ദേശീയ തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സെക്രട്ടറിയായ PT പ്രവീണിനെ വിളവങ്കോട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നിർണായകമായ നീക്കം തന്നെയായിരുന്നു. അതിൻ്റെ പ്രതിഫലനം കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടാകും എന്നൊരു വിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഫലം കണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ബിഷപ്പ് ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ എന്നോടൊപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് അദ്ദേഹത്തിന് പ്രവീണിന് വലിയൊരു ഭൂരിപക്ഷമാണ് വിളവങ്കോട് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നോക്കിക്കാണുന്നത്? ഡോക്ടർ TT പ്രവീൺ, അദ്ദേഹം വിളവൻകോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണ കേരള മഹാഇടവകയ്ക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തെ പ്രശോഭിച്ച് അപ്രകാരം വളർന്നു വന്ന ഒരു കോൺഗ്രസിൻ്റെ ലീഡറും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് സന്തോഷപ്രദമായി തോന്നിയൊരു കാര്യം, കോൺഗ്രസ് നമ്മുടെ ഡയസിസിലുള്ള 3 കാൻഡിഡേറ്റ്സിന് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് മത്സരിക്കാനായിട്ടുള്ള അവസരം നൽകി. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഡയസഷൻ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ TT പ്രവീൺ, അദ്ദേഹം ഒരു വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടെയാണ് അവിടെ വിജയിച്ചത്. 21,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഒരുപക്ഷെ തമിഴ്നാട്ടിലുള്ള മറ്റ് കോൺഗ്രസ് കാൻഡിഡേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഇന്നത്തെ ഒരു തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരിക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഒരു 3 കാൻഡിഡേറ്റ്സിനെ തന്നു, അതൊരു സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിജയത്തെ ഞങ്ങൾ പ്രത്യേകിച്ച് ഡയസസായിട്ടൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. ഞങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും ഡയസസ് സഭ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക, അതിനനുസരിച്ച് വിവേകപൂർണമായിട്ടുള്ള ഒരു തീരുമാനം അവരുടെ സമ്മതിദാനാവകാശത്തിൽ പ്രതിഫലിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഡയസസിൻ്റെ തീരുമാനം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ട മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർവേഷനും അതോടൊപ്പം തന്നെ ദളിത് ക്രിസ്ത്യൻസിന് ഇത്രയും കാലത്തിനുള്ളിൽ റിസർവേഷൻ ലഭിക്കാത്തതും ഒക്കെ തുടങ്ങിയുള്ള ഇഷ്യൂസ് ജനങ്ങളൊരു ഗൗരവമായിട്ടുള്ള പ്രശ്നമായിട്ട് കണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായിട്ട് സാധിക്കും. എടുത്തു പറയേണ്ട കാര്യം, ഇപ്പം UDFൻ്റെ സർക്കാർ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണ്. അടുത്ത ദിവസങ്ങളിൽ മന്ത്രിസഭ രൂപീകരിക്കുക. എന്താണ് ഈ CSI സഭ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി? എന്താണ് സർക്കാരിന് മുമ്പിലേക്ക്? ഈ പറയുന്ന റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും? അല്ല, ഈ റിസർവേഷൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഈ ജനപ്രതിനിധികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഡയസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉന്നത സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഓരോ പാർട്ടികൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേസമയം നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഉന്നതമായിട്ടുള്ള ഏതെങ്കിലും പൊസിഷൻസോ സംഗതികളോ ഒക്കെ ഗവൺമെൻറ് നൽകുന്നത് നമുക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അതേസമയം അതിന് ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ ബിഷപ്പ് സാധാരണ ഒറ്റയ്ക്ക് അങ്ങോട്ട് പ്രസ്താവന നടത്തുന്നതിൻ്റെ രീതി, നമുക്കിവിടെ ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു തീരുമാനം ഉടനെ അറിയിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഞാൻ അതിനൊരു അഭിപ്രായമായിട്ട് പറയുന്നില്ല. വളരെയധികം നന്ദി. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.